ഹായ് ഫ്രണ്ട്, വോയിസ് ഓഫ് ട്രാവൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാംഗ്ലൂർ ടു മുരുടേശ്വർ ട്രെയിൻ യാത്രാ വിവരണങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരമാണ് മുരുടേശ്വരത്തേക്കുള്ളത്. സ്റ്റേഷനടുത്ത് നിന്ന് ബസ്, ഓട്ടോ സർവീസ് സൗകര്യമുണ്ട്. നമ്മൾ ഓട്ടോയ്ക്ക് പോകും. 50 രൂപയാണ് ചാർജ്. അങ്ങനെ നമ്മൾ മുരുടേശ്വര ക്ഷേത്ര സമീപം എത്തിയിരിക്കുകയാണ്. 20 നിലകളുള്ള ഗോപുരമാണ് ഈ കാണുന്നത്. നോക്കിയാട്ടെ, ഇരുവശത്തും 2 ഗജവീരന്മാർ തലയെടുപ്പോടെ നിൽക്കുന്നത് നല്ലൊരു കാഴ്ച തന്നാലേ. ക്ഷേത്രനട ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ദർശന സമയം രാവിലെ 6 മണി മുതൽ 1 മണി വരെയും 3 മണി മുതൽ 8:15 വരെയുമാണ്. നോർത്ത് കർണാടകയിലെ ഒരു പട്ടണമാണ് മുരുടേശ്വരം. അറേബ്യൻ കടലിന് സമീപത്തായി 3 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട കണ്ടുക കുന്നുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒത്തിരി സവിശേഷത ഉള്ള സ്ഥലമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ പ്രതിമ മുരുടേശ്വരത്തെ ചതുർബാഹുവായ ആ കാണുന്ന ശിവപ്രതിമയാണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചയും. ഉയരം എത്രയാണെന്നറിയോ? 123 അടി. മഹാദേവനെ പ്രീതിപ്പെടുത്തി ആത്മലിംഗവുമായി ലങ്കയ്ക്ക് മടങ്ങുകയായിരുന്ന രാവണനെ ഗണപതി തന്റെ കുശലതയാൽ തടഞ്ഞ് മണ്ണിലുറച്ച ശിവലിംഗത്തെ രാവണന്റെ വലിച്ചുയർത്താനുള്ള ശ്രമത്തിനിടെ അത് പല കഷ്ണങ്ങളായി മുറിയുകയും ചെയ്ത ഒരു കഥയുണ്ട്. അതിൽ ഒരു ഭാഗം വന്നു വീണ സ്ഥലമാണ് മുരുടേശ്വരം എന്നാണ് ഐതിഹ്യം. അങ്ങോട്ട് നോക്കിയാട്ടോ, ക്ഷേത്ര ഗോപുരവും പിന്നെ ആകാശമേലിനെയും കുന്നും എത്ര കണ്ടാലും മതിവരാത്ത കടലും തീരത്തെ തഴുകുന്ന തിരയും പിന്നെ ബോട്ട് മനോഹരം തന്നെ. കണ്ടില്ലേ, നമ്മൾ ആദ്യം മുൻവശത്ത് കണ്ടതുപോലെ 2 ഗജവീരന്മാർ ദാ ഇവിടെ പിൻവശത്തായും കാണുന്നില്ലേ? എന്തൊരു ഭംഗിയല്ലേ! ഈ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തിയതും കൂറ്റൻ ശിവപ്രതിമ നിർമ്മിക്കാൻ നേതൃത്വം വഹിച്ചതും മുരുടേശ്വരം സ്വദേശിയായ മഹത് വ്യക്തി രാമനാഗപ്പ ഷെട്ടി എന്ന ഡോക്ടർ ആർ.എൻ. ഷെട്ടിയാണ്. 20 നിലകളുള്ള ഗോപുരവും മുകളിലേക്ക് കയറുന്നതിന് അവിടുന്ന് എല്ലാ ദിശയിലേക്കും കാഴ്ചകൾ കാണുന്നതിനായും ഇവിടെ ലിഫ്റ്റ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 20 രൂപയാണ് ടിക്കറ്റിന് ചാർജ്. മറ്റൊരു വിശേഷം എന്താണെന്നറിയോ? റെയിൽവേ സ്റ്റേഷന് സമീപത്തായി കുറഞ്ഞ ചികിത്സാ നിരക്കിൽ ഒരു ഹോസ്പിറ്റലും ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ആ കാണുന്നതാണ് ഭഗവാൻ കൃഷ്ണനിൽ നിന്നും ഗീതോപദേശം സ്വീകരിക്കുന്ന പ്രതിമയെ സൂചിപ്പിക്കുന്ന പ്രതിമ. ഒരു
നമ്മൾക്കിനി മുരുടേശ്വരന്റെ അടുത്തേക്ക് കയറി പോകണം. മുകളിൽ നിന്നുള്ള കാഴ്ചകളൊന്ന് കാണണ്ടേ? ദാ ഇവിടെ പച്ച പുൽത്തകിടിയും പശുക്കളെയും കുഞ്ഞി കിടാവിനെയും കാണുന്നുണ്ട്. രസകരമായ ഒരു കാഴ്ചയാണല്ലോ. മുകളിൽ ദാ അവിടെ കാണുന്നതാണ് മുൻപ് സൂചിപ്പിച്ച ആത്മലിംഗവുമായി നിൽക്കുന്ന രാവണ പ്രതിമ. ഈ സ്റ്റെപ്സ് എല്ലാം കയറി ഇനിയും മുകളിലേക്ക് പോകണം. സ്വർണനാഗത്തിനെ കഴുത്തിലണിഞ്ഞിരിക്കുന്ന മഹാദേവൻ മുരുടേശ്വരനെ ദാ കണ്ടില്ലേ? ഇവിടുത്തെ വിശേഷപ്പെട്ടൊരു കാഴ്ചയാണ്. അടുത്തായി നന്ദികേശനുണ്ട്. ഓ, what a colorful, attractive, fantastic scene. മുരുടേശ്വരനും നന്ദികേശനും ആ ബാക്ക്ഗ്രൗണ്ടും സൂപ്പർ വിഷനല്ലേ? ഇവിടെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ എന്തൊരു മനോഹരമായ സീൻ! അടിപൊളി. ദാ അവിടെ കുതിരകളെ പൂട്ടിയ രഥത്തിലേറി നിൽക്കുന്ന സൂര്യദേവ പ്രതിമ കണ്ടില്ലേ? അടുത്തേക്ക് പോകാൻ പറ്റില്ല, ഇവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല. നമ്മൾക്കിനി ഇവിടുത്തെ ബീച്ചിലെ കാഴ്ചകൾ ഒന്ന് കാണാം. വളരെ വൃത്തിയായി കിടക്കുന്ന ഒരു ബീച്ചാണിത്. ഇതാ കണ്ടില്ലേ ബോട്ടുകൾ നിർത്തിയിരിക്കുന്നത്? സഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ തിരമാലകൾക്ക് മുകളിലൂടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും പിന്നെ സ്കൂബ ഡൈവിങ്ങും കൂടാതെ ബോട്ടിങ്ങും ഉണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എത്തിച്ചേരേണ്ട ഒരിടമാണ് മുരുടേശ്വര ക്ഷേത്രം.
ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മുരുടേശ്വര പ്രതിമയും അതിൻ്റെ ചാരുതയ്ക്ക് മാറ്റുകൂട്ടുന്ന അറബിക്കടലും തീരവും അവിടുത്തെ കാഴ്ചകളും ഏതൊരു സഞ്ചാരിയെയും അതിശയിപ്പിക്കുകയും ആകർഷിക്കുകയും തന്നെ ചെയ്യും. വിശ്വാസികൾക്കും സഞ്ചാരികൾക്കും ആകർഷണീയവും വിസ്മയകരവുമായ ഒത്തിരി കാഴ്ചകൾ സമ്മാനിക്കുന്ന മുരുടേശ്വർ വിശേഷങ്ങൾ വാക്കുകളിൽ ഒതുക്കാൻ കഴിയില്ല. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വോയിസ് ഓഫ് ട്രാവൽ എന്ന ഈ ചാനലിന്റെ ആദ്യ ഭാഗമായ കൊങ്കൺ റെയിൽവേ മാംഗ്ലൂർ ടു മുരുടേശ്വർ ട്രിപ്പ് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട്. ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അടിപൊളി യാത്രാവിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.